എഴുന്നേക്കടാ. ഇല്ലടാ, ഞാനില്ല, എണീക്കില്ല. വിശന്ന് ഹൃദയം പൊട്ടി ഞാനിപ്പോ ചാകും. നിങ്ങൾക്കായി ഞാൻ എൻ്റെ പുതിയൊരു എപ്പിസോഡാണത്. നിങ്ങൾ ഈ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ വെക്കണം, ടിങ് ടിങ് അടിക്കണം. എന്താ രാമൻകുട്ടി, നിന്റെ അച്ചുവേട്ടനെയും പണിക്കാരെ ഇതുവരെ കണ്ടില്ലല്ലോ. അച്ചുവേട്ടൻ ഇന്ന് അവരെ ലേറ്റ് ആയ ചരിത്രം ഉണ്ടായിട്ടോ? തമ്പി സാർ ടെൻഷൻ ആവാതിരിക്കേ, അവർ കൃത്യസമയത്ത് തന്നെ ഇവിടെ എത്തും. ഒരു കാട്ടുപോത്തിന്റെ വെയിറ്റ് ഉണ്ട് ഈ പണ്ടാറത്തിന്. അച്ചു എത്തിയോ? നമുക്ക് കേമാക്കണം കേട്ടോ. പിന്നെന്താ, അടുപ്പ് കൂട്ടലൊക്കെ ആ ഭാഗത്തായിക്കോട്ടെ. ഞാൻ ഇനി ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്ന ഈ ഒരു ഐറ്റം ആരും വീട്ടിൽ പോയി അനുകരിക്കരുത് എന്ന് അഭ്യർത്ഥിക്കുകയാണ്. നീ പറയുന്നത് ശുദ്ധ മണ്ടത്തര, ഞാൻ പറയുന്നതിനേക്കാൾ വലിയ മണ്ടത്തരം. നമ്മുടെ ഇന്നത്തെ പരിപാടി എന്തറിയോ? വീട്ടുകാരച്ച് പഠിച്ചു കുറിക്കുക മൺചട്ടിക്കറിക്ക് ശേഷം എരിവുള്ള, മണമുള്ള, ഗുണമുള്ള, രുചിയുള്ള ഒരു പോത്തിനെ നിർത്തി പൊരിക്കാനുള്ള പരിപാടിയാണ്. നിങ്ങളെ പോലെയല്ല, ഞാൻ ഭയങ്കര എക്സ്പെൻസീവാ. ഇത് കണ്ടോ സാറേ, ഇവിടെ ഒരു കുഴി. ഇന്നലെ രാത്രി വരെ ഇവിടെ ഒരു കുഴിയേ ഉണ്ടായിരുന്നില്ല. ഇത് കുറച്ച് സുമാക്ക്, നമ്മൾ അറബിക് മസാലയാണ് ഉപയോഗിക്കുന്നത്, അറബിക് സ്റ്റൈലാണ്. ഞാൻ ഒരു കാര്യം നിന്നോട് ചോദിക്കട്ടെ, സത്യം പറയണം, നിനക്കതൊക്കെ ഉണ്ടാക്കാൻ അറിയോടെ? അളിയ നീ ഡൗൺ ആവല്ലേ? അങ്ങടെ അമർത്തി തടകണ്ട രാജാക്കണ്ണേ, നീ ഞങ്ങളുടെ അടിമയല്ലേ? ഇത് കഴിഞ്ഞിട്ട് പറയുകയാണല്ലോ. സാധാരണ വെച്ച കാര്യമൊക്കെ വെടിപ്പാക്കിയിട്ടുണ്ട്. ഇതെന്താ പാറ്റട്ടാക്കോ? അവിടെ വെച്ചേക്ക്, അവിടെ ഇരിക്കട്ടെ, അവിടെ ഇരിക്കട്ടെ, അവിടെ വെച്ചേക്ക്. ഇതൊക്കെ എന്ത്? എന്റെ മനോഹരേട്ടാ, എന്തൊക്കെ അഭ്യാസങ്ങൾ ഈ ചെറുക്കൻ കാണിക്കണേ. കർത്താവേ, കരിയല്ലേ ഇതിന്റെ മേളിലേ, കരിയല്ലേ ചോറൊക്കെ കൂട്ടിട്ടോ. ഒരു ഷോർട്ട് ബ്രേക്ക്. 5 hours later. എന്തൊരു കരിഞ്ഞ മണം. കരിഞ്ഞിട്ട് ആരും കുറ്റം പറയണ്ട. ഇന്റെ പിള്ളേരെടുത്തും അഭിപ്രായം പറയാൻ വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. സംഭവം എന്താണ് ഉള്ളിൽ നടന്നിരിക്കുന്നത് നമുക്ക് പറയും കേട്ടാ. ഈ നാട്ടിൽ സത്യസന്ധതയ്ക്ക് ഒരു വിലയില്ലേ? കൊച്ചി അയ്യോ. പൊളിഞ്ഞ ശരിക്കും മുരിഞ്ഞ് കരിഞ്ഞ് അങ്ങനെ സംഭവം നമ്മൾ കരിഞ്ഞു പോയി വിചാരിച്ചില്ല. പക്ഷെ ഇതുണ്ട് വെന്ത് വിട്ട്. നീ ഒന്നും പണയണ്ട. ഞാൻ പറഞ്ഞു, നല്ല മണം ഉണ്ടായിരുന്നു. പാചകം ഒരു മാജിക്കാണ്. ആ മാജിക് വിജയിക്കുമ്പോഴാണ് ഇതുപോലുള്ള ഐറ്റങ്ങൾ ഉണ്ടാകുന്നത്. ആ പീസ്, ആ സാധനം മുഴുവൻ ഇരിക്കട്ടാ ചേച്ചാ. ഒരുവട്ടോടെ പറയടാ, ഒരുവട്ടോടെ എന്നെ മുഖത്തോക്കി പറഞ്ഞു. ലാസ്റ്റ് പറഞ്ഞ കേട്ടോ. അപ്പൊ നമ്മളങ്ങനെ ടേസ്റ്റ് നോക്കാൻ വേണ്ടി പോകണ്ട. സംഭവം റെഡി ആയിട്ടുണ്ട്. കഴിച്ചോളാം. ഇത് എവിടുന്നാ തുടങ്ങേണ്ട ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇനി വേവിനെ കുറിച്ച് കാണിക്കാന്നില്ലല്ലോ. ശരിക്കും വാരിയലിന്റെ പീസാണ് ഏറ്റവും ടേസ്റ്റ്. 1 മണിക്കൂർ മുന്നേ നമ്മൾ എടുത്താന്ന് പറഞ്ഞാൽ ചിലപ്പോ അത് ഒടിഞ്ഞു പോയിട്ടില്ലേ. ചെറിയ ശബ്ദം കേട്ടു ഞാൻ, അപ്പൊ തന്നെ പറഞ്ഞു അങ്ങനെ വീഴില്ലാന്ന് പറഞ്ഞു. വലിയ ഷെഫല്ലേ പുന്നപ്രകാര. അളിയ നീ ഡൗൺ ആവല്ലേ? നമുക്ക് സാമ്പാറിൽ പിടിക്കാം, അല്ലെങ്കിൽ ഒരു ഡിഷ് പാളി പോണ നല്ലതാണ്. ബാക്കി എല്ലാത്തിനും മുടിഞ്ഞ ടേസ്റ്റ് ആയിരിക്കും. അടിപൊളിയായിരുന്നു. അങ്ങനെയൊക്കെ വന്നിട്ട് സൂപ്പറായിട്ട് വന്നിട്ടുണ്ടോ? എടാ, കുക്കിംഗിൽ BA പാസ്സായവനാണ് ഞാൻ. BA? അത് ബാച്ചലർ ഓഫ് ആർട്സ് അല്ലേ? അല്ല, ബാച്ചലർ ഓഫ് അരികട്ടന്റെ. രതീഷ് സ്പെഷ്യൽ ചട്നി ഉണ്ടാ. ഇത് ശരിക്കും ടേസ്റ്റ് ആയിട്ട് പറയും. വലിയ കുഴപ്പമില്ല, തിന്നാം, കൊള്ളാം. സംഭവം അടിപൊളി, സൂപ്പർ ആയിട്ടുണ്ട് ബ്രോസ്ക. അപ്പോ നെക്സ്റ്റ് വീക്ക് സെയിം ഡേ സെയിം ടൈം. ബൈ. So please subscribe, whatever.